ദൈവസ്നേഹം തുളുമ്പുന്ന ഹൃദയത്തിന്റെയും മനുഷ്യ സേവനം നിറഞ്ഞ കരങ്ങളുടെയും ഉടമയായ വന്യ കെ.ഐ. ഫിലിപ്പ് റമ്പാച്ചൻ റാന്നിക്കടുത്തുള്ള മലയോര ഗ്രാമമായ വയലത്തലയിൽ ശ്രീ ഫിലിപ്പോസ് ഐപ്പിന്റെയും ശ്രീമതി ഏലിയാമ്മയുടെയും മകനായി 1934 സെപ്റ്റംബർ 20 പൂജാതനായി. എപ്പോഴും സന്തോഷവാനായി കാണപ്പെട്ടിരുന്ന ആ കുഞ്ഞിന് അവർ സ്നേഹപൂർവ്വം ജോയ്ക്കുട്ടി എന്ന പേരു നൽകി. ആത്മീയതയുടെ വെളിച്ചവും സാരള്യവുമുള്ള ആ കുടുംബത്തിലെ ആദ്യ കൺമണിയായി പിറന്ന ജോയ്ക്കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളിൽ വളരെ താല്പര്യമായിരുന്നു. തന്റെ 8ാം വയസ്സിൽ തന്നെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം മനസ്സൊരുക്കം കാണിച്ച ആ കുട്ടി വളർന്ന് തന്റെ 80ാം വയസ്സിലും വിശപ്പും ദാഹവും ശോകവും നിരാശയും വെള്ളിയും പൊന്നും ധനവും സ്ഥാനമാനങ്ങളും ഒന്നും നോക്കാതെ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇമ്പങ്ങളിൽ നിർമ്മമത്വമുള്ള ഉത്തമ സന്യാസി വര്യനായി, ത്യാഗവര്യനായി, ആത്മശോഭയുള്ള ആചാര്യനായി കർമ്മവഴികൾ തേടുന്നു. കാട്ടൂർ NSS ഹൈസ്കൂളിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തുടർ വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലായിരുന്നു. എങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകനായും യുവജന പ്രസ്ഥാനം സജീവ പ്രവർത്തകനായും പ്രാർത്ഥനാ യോഗങ്ങളിലും മറ്റും പ്രാസംഗികനായും ജോയ്ക്കുട്ടി തന്റെ കഴിവുകൾ ദൈവതിരുനാമ മഹത്വത്തിനായി ഉപയോഗപ്പെടുത്തി. അക്കാലത്താണ് ഒരു നിയോഗമെന്നോണം MV ജോർജ് ശമ്മാശനെ പരിചയപ്പെടുന്നത്. പിൽക്കാലത്ത് ഗീവർഗീസ് മാർ ഉസ്താത്യോസ് തിരുമേനിയായി ഉയർത്തപ്പെട്ട MV ജോർജ് ശമ്മാശന്റെ ആശയങ്ങളും പ്രസംഗങ്ങളും പ്രവർത്തന ശൈലിയും ജോയ്ക്കുട്ടിയെ വളരെയേറെ സ്വാധീനിച്ചു. തന്റെ 22ാമത്തെ വയസ്സിൽ 1956 ജൂലൈ 2-ാം തീയതി മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററിലെ ദൈവവേലയ്ക്കായി കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിലേക്ക് ജോയ്ക്കുട്ടി എന്ന കെ.ഐ. ഫിലിപ്പ് സ്വയം സമർപ്പിച്ചു. അതുമുതൽ ഇന്നോളം മലങ്കര സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പ്രോജ്വലമാക്കി മിഷൻ പ്രവർത്തന രംഗത്തും ആതുര സേവന രംഗത്തും നിസ്വാർത്ഥ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും ആരിലും ആവേശം പകരുന്നതും ആദരവ് ഉളവാക്കുന്നതുമാണ്. 1962 ജൂൺ 26 അദ്ദേഹത്തെ പൗരോഹിത്യ പദവിയിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തി. ഭിലായി ഇടവകയിലായിരുന്നു ഒരു പുരോഹിതനെന്ന പദവിയിലെ പ്രഥമ പ്രവർത്തന രംഗം. മലങ്കര സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ കേന്ദ്രമായി ഭിലായിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പുണ്യസ്മരണാർഹനായ തേവോദോസിയോസ് തിരുമേനിയുടെ ദർശനങ്ങൾക്ക് കെ.ഐ. ഫിലിപ്പച്ചന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കരുത്തു പകർന്നു. അതിനുശേഷം ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് സാന്ത്വന സ്പർശമായി സുൽത്താൻ ബത്തേരിക്കടുത്ത് പുതുപ്പാടി ആശ്രമത്തിന്റെയും ബാലഭവനത്തിന്റെയും ചുമതലയിലേക്ക് ഫിലിപ്പച്ചൻ അവരോധിക്കപ്പെട്ടു. അച്ഛൻ ആ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട പപ്പ ആയി. തന്റെ പ്രവർത്തന മണ്ഡലം വലുതാവുകയായിരുന്നു. പണമുള്ള സുമനസ്സുകളിൽ നിന്ന് വാങ്ങി ആ പണം ശരിയായി വിനിയോഗിച്ച് അശരണരുടെ കണ്ണീരൊപ്പുന്ന ദൈവനിയോഗമാണ് ഫിലിപ്പ് റമ്പാച്ചൻ അക്ഷീണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും അസാധ്യമല്ല, എല്ലാം ദൈവം നടത്തിക്കൊള്ളും എന്ന ഉത്തമ വിശ്വാസത്തിൽ ദൈവത്തെ മുൻനിർത്തി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ ഇന്ന് വളർന്ന് പന്തലിച്ച് സമൂഹ നന്മയ്ക്കായി നിലകൊള്ളുന്നു. സെന്റ് പോൾസ് മിഷൻ ട്രെയിനിംഗ് സെന്റർ മാവേലിക്കര, പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമവും ബാലബാലികാ ഭവനങ്ങളും കേരളം, സെന്റ് ഗ്രിഗോറിയോസ് ബാലഗ്രാം യാച്ചാരം ആന്ധ്രാപ്രദേശ്, സെന്റ് ജോർജ് ബാലികാഗ്രാം ദേഹു റോഡ് പൂന മഹാരാഷ്ട്ര, സെന്റ് പോൾസ് ബാലഗ്രാം ഇറ്റാർസി മധ്യപ്രദേശ്, കലഹണ്ടി ഡെവലപ്മെന്റ് പ്രോജക്ട് ഒറീസ,
MGDM ആശ്രമവും ബാലഭവനവും കറുകച്ചാൽ, കേരളം. സെന്റ് ഗ്രിഗോറിയോസ് ദയാഭവനം, തുംകൂർ, കർണാടക. കാരുണ്യ ഗൈഡൻസ് സെന്റർ, തിരുവനന്തപുരം. കാരുണ്യ വിശ്രാന്തി ഭവനം, അലത്തറ, തിരുവനന്തപുരം. ആൻഡമാൻസിൽ ഒരു മിഷൻ കേന്ദ്രം. നിർധനരായ രോഗികളെ സഹായിക്കുന്ന സേവേ ഹാർട്ട് പദ്ധതി. പട്ടിക നീളുകയാണ്. ആരംഭിച്ച പ്രസ്ഥാനങ്ങളെല്ലാം അഭിമാനകരമായ രീതിയിൽ അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ടു പോകുന്നതിലും ബഹുമാനപ്പെട്ട റമ്പാച്ചന്റെയും സേവനമനസ്കരായ കൂട്ടുവേലക്കാരുടെയും പങ്ക് സ്തുത്യർഹമാണ്. എളിയവരോടൊപ്പം ജീവിച്ച് അവരിൽ ഒരാളാകുവാനും അവരിൽ ദൈവത്തെ കാണുവാനും ഫിലിപ്പ് റമ്പാച്ചന് കഴിഞ്ഞു. പ്രശസ്തിയുടെ തലപ്പാവുകൾ ഒന്നും അണിയാതെ, ആരോരും അറിയാതെ നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ഫിലിപ്പ് റമ്പാച്ചന്റെ 80 വർഷത്തെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. കരുണയേക്കാൾ വലിയ പുണ്യമില്ല, സഹനത്തെക്കാൾ വലിയ തപസ്സില്ല, ക്ഷമയേക്കാൾ വലിയ ആയുധമില്ല, പരിത്യാഗത്തെക്കാൾ വലിയ പരമാനന്ദമില്ല. അന്ധകാരം നിറഞ്ഞ അനേകം ജീവിതങ്ങൾക്ക് വെളിച്ചം പകരുന്ന കെടാവിളക്കായ കരുണയുടെ കടലായ ബഹുമാനപ്പെട്ട ഫിലിപ്പ് റമ്പാച്ചനെ സന്തോഷത്തോടെ ആദരവോടെ ഏവർക്കും പരിചയപ്പെടുത്തും.